ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പിടച്ചിലാണ് നെഞ്ചിൽ. അത് പ്രായമൊട്ടുമില്ലാത്ത കൊച്ചുകുട്ടികളാവുമ്പോഴോ അത് വേദനയുടെ ആക്കം കൂട്ടും. എത്രയൊക്കെ മരണങ്ങൾ നടന്നാലും പഠിക്കാത്ത ഒന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീധനം നൽകുക എന്നതാണ്. അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലെ കുട്ടികളെ വിവാഹം കഴിച്ചു വിടുക എന്നതാണ്. 21ാമത്തെ വയസ്സിലാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. 21 വയസ്സിൽ വിവാഹിതയായ നന്ദന എന്ന പെൺകുട്ടിയുടെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. നവവധു വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ഈ വാർത്ത കേട്ട പലരും ആദ്യം ചിന്തിച്ചത് സ്ത്രീധന പീഡനമാകുമെന്ന് തന്നെയായിരിക്കും. എന്നാൽ എന്താണ് പ്രശ്നമെന്നതൊന്നും ഇപ്പോഴും വ്യക്തമല്ല. കുറച്ചുനാൾ നീണ്ടുനിന്ന പ്രണയത്തിന് ശേഷമാണ് നന്ദന എന്ന പെൺകുട്ടി വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തമായി തിരഞ്ഞെടുത്തൊരു ജീവിതം. അവിടെ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കാനാണ്? എന്ത് പ്രശ്നങ്ങളായിരിക്കും ആ വീട്ടിൽ ആ പെൺകുട്ടിയെ അലട്ടിയിട്ടുണ്ടാവുക? ഒന്നും വ്യക്തമല്ല. ഞാൻ പോകുന്നു എന്നൊരു വോയിസ് മെസ്സേജ് അയച്ചതിനു ശേഷം മരണത്തിലേക്ക് പോവുകയായിരുന്നു നന്ദന. ഇതിനിടയിൽ നന്ദനയുടെ വേദനയുടെ കാരണമായത് എന്താണെന്ന് അറിയില്ല. മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നന്ദനയ്ക്കുണ്ടായിരുന്നോ എന്നതും അറിയില്ല. നന്ദന അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകളാണ്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പുതിയ അന്തരീക്ഷവുമായി ആ കുട്ടിക്ക് പെട്ടെന്നൊന്നും ഇണങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മരണത്തിന്റെ കൈപിടിച്ച് ആ പെൺകുട്ടി പോകണമെങ്കിൽ അത്രമേൽ അവളുടെ മനസ്സിനെ വേദനിപ്പിച്ച എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വളരെ വ്യക്തമായ ചോദ്യം, സ്വാഭാവികമായ സംശയം. എന്താണ് സംഭവിച്ചത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. നന്ദനയുടെ ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സ്ത്രീധന പീഡനം ആണോ എന്നതും ഇതുവരെയും വ്യക്തമല്ല. വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയൊരു പെൺകുട്ടിയാണ്. അമ്മേ, എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ പോകുന്നു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ടാവുക. മാതാപിതാക്കൾ എത്രയൊക്കെ ആണെങ്കിലും മക്കളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ നിന്നും ഇത്തരം ഒരു സന്ദേശം അയക്കുമ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവിടെ വരെ പോകാനുള്ള ഒരു മനസ്സെങ്കിലും മാതാപിതാക്കൾ കാണിക്കണം എന്നതാണ് സത്യം. മുറി തുറക്കുമ്പോൾ അഞ്ജന മരണപ്പെട്ട നിലയിലായിരുന്നു. മുറിയിൽ കയറി വാതിലടച്ചതിനു ശേഷം ഭർത്താവിന്റെ വീട്ടുകാരാണ് മുറി തുറക്കുന്നത്. ആ സമയത്ത് അഞ്ജന മരിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവമെന്ന് ആർക്കും അറിയില്ല. എന്തിനാണ് ഇങ്ങനെയൊരു മരണം ആ കുട്ടി തിരഞ്ഞെടുത്തത് എന്നും അറിയില്ല. കാസർഗോഡാണ് സംഭവം നടന്നിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിനിയായ നന്ദനയുടെ മരണം ഇപ്പോൾ വലിയൊരു ഞെട്ടൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും വല്ലാത്തൊരു ഭയത്തോടെ തന്നെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ അനുഭവങ്ങൾ വന്നാലും ഇത്തരം വാർത്തകൾ വീണ്ടും ഇങ്ങനെ ആവർത്തനങ്ങളായി മാറുമല്ലോ എന്നും എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾക്ക് ഒരു അവസാനം ഉണ്ടാവാത്തത് എന്നുമൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.